പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചിങ്ങമാസമായിട്ട് ഒരുപാട് ആളുകളാണ് ബിസിനസ് നമ്മുടെ ഈ തേയിലയുടെ ലൂസ് തേയിലയുടെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഹോൾസെയിൽ ആയിട്ടുള്ള ലൂസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവർക്ക് അതിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ നല്ല ഏർണിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് കിട്ടിയേക്കണ ആ ഒരു മെസ്സേജ് കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞേക്കണതും ഷെയർ ചെയ്തേക്കണ കമന്റുകളും താങ്ക്സ് ആയിട്ട് പറഞ്ഞേക്കണവർക്കൊക്കെ എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യം തന്നെ. നിങ്ങളുടെ ആ ഒരു ഫീൽഡ്, നിങ്ങൾ ഈ ഒരു ഫീൽഡ് തെരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് അതുകൊണ്ട് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം. പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ബ്രാൻഡഡ് ആയിട്ടുള്ള തേയിലകളെ കുറിച്ച് ഒരുപാട് വീഡിയോസിൽ ഞാനിങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ചിലർക്ക് കൺഫ്യൂഷൻ ആയിട്ട് ഭൂരിപക്ഷം ആളുകളിലും ചോദിക്കുന്നത് വെച്ചാൽ ഈ ഒരു ചിങ്ങമാസം ഈ ഒരു ഓണക്കാലഘട്ടത്തിൽ നമുക്കറിയാം നന്നായിട്ട് വില വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്നുള്ളത്. ഈ വില വർധനവ് മൂലം നമുക്ക് ഒരു കച്ചവടം നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഇത്രയും വില കൂടി നിൽക്കുമ്പോൾ എനിക്ക് ഈ പറഞ്ഞതുപോലെ കടകള് ഈ പറഞ്ഞതുപോലെ ഓരോരോ കടകൾ എനിക്ക് പുതിയതായിട്ട് ലഭിക്കുമോ എന്നുള്ള കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പലരും എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യം. പക്ഷെ ഈ ഒരു വില കൂടി നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ ഈ ചിങ്ങമാസത്തിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ബിസിനസ് തുടങ്ങിയേക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തുടക്കക്കാർക്കാണ് ഈ ഒരു കടകൾ കൂടുതൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത്. ഒത്തിരി കടകളാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ചിങ്ങമാസം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. എത്ര തേയില വില കൂടി എന്ന് പറഞ്ഞാൽ അപ്പൊ തേയില വിലയെ കുറിച്ചിട്ട് ഞാൻ മെയിനായിട്ട് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിരുന്നു. അതിന്റെ റീസൺ എന്താണ്, അതിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തേയില വില നന്നായിട്ട് കൂടി നിൽക്കുന്നത് കൊണ്ട് മിക്കവരും അവര് മാസങ്ങളായിട്ട് തേയില കൊടുക്കുന്നവരുണ്ടാവും, വർഷങ്ങളായിട്ട് തേയില കൊടുക്കുന്നുണ്ടാവും. ഇതിപ്പോ എന്റെ ഒരു അനുഭവം കൂടെയാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളൊരു തേയില ഈ പറഞ്ഞതുപോലെ നമ്മളൊരു കടയിൽ ചെന്നപ്പോൾ ആ ഒരു കടക്കാരൻ നമ്മുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഞാൻ ഇന്ന ഒരു ബ്രാൻഡിലുള്ള തേയില ഇന്ന വ്യക്തിയുടെ അടുത്ത് സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പൊ നമ്മുടെ ആ ഒരു വില, നിങ്ങൾ കൊണ്ടുവന്ന ബ്രാൻഡ് ഏതാണ്, അപ്പൊ നമ്മൾ ആ ഒരു ബ്രാൻഡ് പറയുകയാണ്. അപ്പൊ ആ ബ്രാൻഡ് പറഞ്ഞിട്ട് ഞാൻ പറയണം ആ തേയില നല്ല ക്വാളിറ്റിയുള്ള തേയിലയാണ്, വളരെ ടേസ്റ്റ് ആണ്, ചായക്കടക്കാർക്ക് വേണമെങ്കിൽ ചായക്കടക്കാർക്ക്, അതെല്ലാം കോമൺ ആയിട്ട് വീട്ടുകാർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റ് ഉള്ള ചായയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ ഒരു ബോക്സ് വെക്കണത്. ഇനി ബോക്സ് അവർക്ക് ഈ പറഞ്ഞതുപോലെ പറ്റുന്നില്ലെങ്കിൽ റിട്ടേൺ എടുത്തോളാം ഞാൻ പറയുകയും ചെയ്തു. പക്ഷെ ഞാൻ ഈ ഒരു ഫുൾ ബോക്സ് അവർക്ക് വെച്ചു കൊടുത്തപ്പോഴത്തേക്കും അദ്ദേഹം ഒരാഴ്ചക്കുള്ളിൽ എന്നെ വിളിച്ചു. 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം എന്നെ വിളിച്ചേച്ച് പറഞ്ഞത് നല്ല തേയിലയാണ്. മാത്രമല്ല അദ്ദേഹം തേയില എടുക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തേയില വളരെ നല്ലതാണ്, കൂടിയ തേയിലയാണെന്ന് പറഞ്ഞത് മാത്രമല്ല കാര്യം, അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് 220 രൂപ റേഞ്ചിലാണ്. ഈ ഒരു ആദ്യം കൊടുത്തിരുന്ന പാർട്ടിയിൽ നിന്നും അദ്ദേഹം വാങ്ങിച്ചിരുന്ന 220 രൂപ റേഞ്ചിലാണ് ഈ ഒരു തേയില അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്നത്. 1 കിലോക്ക് 220 വെച്ച്. അപ്പൊ ഞാൻ ഈ ഒരു കണദേവന്റെ ഈ ഒരു ബ്രാൻഡാണ് ഞാൻ അദ്ദേഹത്തിന് ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തിയത്. അപ്പൊ അദ്ദേഹം എന്റെ അടുത്ത് ചോദിച്ചു ഇത് എങ്ങനെയുണ്ട്, ഈ തേയില എങ്ങനെയുണ്ട് എന്നുള്ളത് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു വളരെയധികം നല്ല ടേസ്റ്റ് ഉള്ള ചായ തന്നെയാണ്, ഞാനൊരു 190 രൂപ റേഞ്ചിന് ഞാൻ തരാം. കാരണം അതിന്റെ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള കൂടിയൊരു തേയിലയാണ് ഞാൻ അദ്ദേഹത്തിന് ഞാൻ കൊടുക്കുന്നത്. അപ്പൊ അത് 190 രൂപ റേഞ്ചിൽ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ ഈ പറഞ്ഞതുപോലെ എന്നോട് പറഞ്ഞു അങ്ങനെ എന്റെ ഒരെണ്ണം വെക്കുന്നുള്ളത്, കാരണം എത്ര രൂപയുടെ വിലയുടെ വ്യത്യാസം ഉണ്ടെന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ബോക്സ് വെച്ച് നോക്കുന്നു പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ ഒരു ബോക്സ് കൊടുക്കുന്നത്. പിറ്റേ പ്രാവശ്യം പുള്ളിക്കാരൻ എന്റെ അടുത്ത് തന്നെ നമ്മുടെ അടുത്ത് തന്നെ ആ ഒരു തേയില വാങ്ങിക്കുകയാണെന്നുള്ളതാണ്. അതായത് ആ ഒരു കഴിഞ്ഞ പ്രാവശ്യം വെച്ച ആ ഒരു ഐറ്റം തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പൊ 2 വർഷമായിട്ട് സ്ഥിരമായിട്ട് വെച്ചുകൊണ്ടിരുന്ന ഒരാളുടെ അടുത്ത് നിന്ന് പെട്ടെന്ന് നമ്മള് തേയിലയുടെ കാര്യം പറഞ്ഞു, അതിനോടൊപ്പം തന്നെ നമ്മുടെ റേറ്റ് കാര്യങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ബില്ലിട്ട് GSTയുടെ ബില്ലാണ്. അപ്പൊ ബില്ല് കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ അവിടെ തേയില സപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ ഇനിയിപ്പോ അടുത്ത ദിവസവും നമുക്ക് ഈ പറഞ്ഞതുപോലെ അവിടെ സപ്ലൈ കാര്യങ്ങൾ ഉള്ളതാണ്. ഇതുപോലെ തന്നെയാണ് തുടക്കം കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞതുപോലെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ AVTയുടെ തേയില, കണ്ണൻദേവന്റെ തേയിലയൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ബ്രാൻഡ് ആയിട്ടുള്ള കൂടിയ തേയിലകൾക്ക് ഒരുപാട് വില കൂടി നിൽക്കുന്നു എന്നുള്ള ആ ഒരു പുറത്ത് നിങ്ങൾക്ക് വിലയുടെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വരത്തില്ല എന്നുള്ളതാണ്. മെയിനായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കടയിൽ പോയിട്ട് നമ്മളവിടെ സെയിൽ നടത്താനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ കണ്ണൻദേവന്റെയോ AVTയുടെയോ അതല്ലെങ്കിൽ അത്തിക്കുന്ന എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇതെല്ലാം ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറെ വീഡിയോസിൽ ഞാൻ ഇങ്ങനെ ഓരോരോ ബ്രാൻഡുകൾ ഞാൻ വീഡിയോ സഹിതം, അതായത് ആ ബ്രാൻഡ് സഹിതം ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു ബ്രാൻഡിലുള്ള തേയിലകളൊക്കെ ഗ്രേഡുകളൊക്കെ നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഈ ഒരു ചിങ്ങമാസത്തിൽ ഒരുപാട് കടകൾ പിടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം നിങ്ങൾ അവിടെ കൊടുത്തു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ സ്ഥിരമായിട്ട് തേയില വാങ്ങിക്കാൻ തുടങ്ങുള്ളൂ. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനേക്കാളും കുറഞ്ഞ വിലയിലുള്ള തേയിലകളും കൂടുതൽ ബ്രാൻഡഡ് ആയിട്ടുള്ള കുറഞ്ഞ വിലയിലുള്ള തേയിലകളും നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ
അത് ഏത് വേണോ അല്ലെങ്കിൽ എന്നോട് ഈ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അതിനേക്കാളും വില കുറച്ചുള്ള തേയില ഏതാണെന്നുള്ളതും ഞാൻ ചോദിക്കുന്നവർക്ക് ഞാൻ വോയിസ് ആയിട്ട് ഞാൻ റിപ്ലൈ മറുപടി ആയിട്ട് കൊടുക്കാറുണ്ട്. അല്ലാതെ തന്നെ നമ്മുടെ താഴത്ത് ഈ ഡിസ്ക്രിപ്ഷന്റെ താഴെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിലാണെങ്കിലും കമന്റ് ആയിട്ട് ചോദിക്കുന്നവർക്ക് ഞാനവിടെ പരമാവധി ഞാൻ ഉത്തരം നൽകാറുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഈ ഒരു ബ്രാൻഡിലുള്ള തേയിലകൾ എടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ ഒരു ചിങ്ങമാസത്തില് ഇത് നമ്മുടെ ഒരു അനുഭവം എന്ന് പറയുന്നത് ചിങ്ങമാസത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കടകൾ ലഭിച്ചിട്ടുള്ളത്. എന്റെ ഓർമ്മയിലാണെങ്കിലും ശരി, എനിക്ക് ഏറ്റവും കൂടുതൽ കടകൾ ലഭിച്ചിട്ടുള്ളത് ഈ ചിങ്ങമാസത്തിൽ തന്നെയാണ്. ഇപ്പോഴും ഈ ഒരു ചിങ്ങം പറഞ്ഞിട്ട് തന്നെ കുറച്ച് ദിവസം 2-3-4 ദിവസം ആയപ്പോ തന്നെ നമുക്ക് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു 7 കടകളാണ് പുതിയതായിട്ട് നമുക്ക് ലഭിച്ചേക്കുന്നത്. അതും മിക്കതും ബോക്സ് എടുക്കുന്നവരാണ്. പിന്നെ ഈ 54 കിലോന്റെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വാമറ്റിയുടെ ഒരു ചാക്ക് എടുക്കുന്നവരാണ്. അപ്പൊ അവരെടുത്തുകൊണ്ടിരുന്നത് നേരത്തെ വേറൊരു ബ്രാൻഡിലുള്ള തേയിലയാണ്. ഞാനപ്പോ അത് പരിചയപ്പെടുത്തി. അപ്പൊ അതിന്റെ വില കാര്യങ്ങൾ കേട്ടപ്പോഴത്തേക്ക് അവർക്ക് എന്തോ വില കുറവായത് കൊണ്ടായിരിക്കാം വയനാടൻ ടീ ആണ് ഞാൻ ആ വീഡിയോയിൽ ഞാൻ മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു തേയില അവർക്ക് ബ്രാൻഡഡ് തേയിലയാണെന്നുള്ളത് മനസ്സിലായത് കൊണ്ടും അതോടൊപ്പം തന്നെ അതിനത്രയും വില കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ടും ആ ഒരു തേയില നമ്മളോട് വീണ്ടും ഓർഡർ വന്നിട്ടുണ്ട്. അപ്പൊ 2ാമത്തെ പ്രാവശ്യമാണ് നമ്മളിപ്പോൾ അവിടെ കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് തുടക്ക കച്ചവടക്കാർക്കും സ്വന്തമായിട്ട് തേയില ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പലവരും നിരുത്സാഹപ്പെടുത്തുന്ന തരത്തില് അതിനകത്ത് അതൊക്കെ വെറുതെയാണ്, അങ്ങനെ ചെയ്താലൊന്നും ഒന്നും കിട്ടാൻ പോണില്ല എന്നൊക്കെ പറയുന്ന പല ആൾക്കാരും ഉണ്ടാവും. പക്ഷെ അവര് എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്തേച്ചാൽ മതി, നമ്മൾ ഈ പറഞ്ഞതുപോലെ സ്വയം ചെയ്യുകയില്ല, മറ്റുള്ളവരോട്ട് ചെയ്യിക്കത്തില്ല എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ പെട്ടവരാണ് അങ്ങനെ പറയണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഈ പറഞ്ഞതുപോലെ നമ്മുടെ അധ്വാനം, നമ്മൾ കഷ്ടപ്പെടുക നമ്മുടെ അധ്വാനമാണ്. അപ്പൊ അതിനകത്തുനിന്ന് നമ്മൾ ഈ പറഞ്ഞ വേറൊരാളുടെ അടുത്ത് നമ്മൾ ഈ കണക്ക് കാര്യങ്ങൾ പറയേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ അവര് പറയണത് കേട്ടോണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഈ പറഞ്ഞതുപോലെ ഏതൊരു ബിസിനസ്, അതിപ്പോ ഈ തേയിലയുടെ ഒരു മേഖല ബിസിനസ് എന്നല്ല, വേറെ ഏതൊരു മേഖല ബിസിനസ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ശാശ്വതമായിട്ട് വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.